ഇന്ന് ഞങ്ങള് ഇത്തരത്തിലൊരു യോഗം ചേരാനുണ്ടായ കാരണം ഇവിടുത്തെ തൊഴിലാളികളുടെ ആവശ്യങ്ങളുടെ മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു CITU ഓട്ടോ ടാക്സി യൂണിയനാണ് ഇവിടെ നിലവിലുള്ളത്. അതിനെ മറികടന്ന് ഞങ്ങൾ ഒന്നും ഇതേവരെ ചെയ്തിട്ടില്ല. ഇന്നും ഞങ്ങൾ അതിനെതിരല്ല. പക്ഷെ ഇവിടുത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം വേണമെന്ന് തൊഴിലാളികളുടെ നിരന്തരമായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങളൊക്കെ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളുടെ വിഷയം എന്താണ്, വിഷമം എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു സംഘടനയ്ക്ക് ഇന്ന് രൂപം നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ മരണം വരെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അവർക്ക് വേണ്ട എല്ലാ സഹായം ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഞങ്ങളും അതിലൊരു അംഗങ്ങളാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം പോലെയാണ് ആ തൊഴിലാളികളുടെ പ്രശ്നത്തെ ഞങ്ങൾ കാണുക. അതൊക്കെ ഇതേപോലെയുള്ള വിഷയങ്ങൾ തന്നെയാണ്. വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കഴിയാതെ വന്ന അവർക്കൊരു ഒരു ഒരു സ്പേസ് വേണമല്ലോ കാര്യങ്ങൾ പറയാൻ. അതിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. ഒറിജിനൽ ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ഞങ്ങൾ പറയുന്നു. ഒറിജിനലാന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടാനായിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും ശക്തമായ യൂണിയൻ CITU തന്നെയാണ്. ഞങ്ങൾ ഞങ്ങളുടെ തൊഴിലാളികളുടെ കൂടെ നിൽക്കുന്നു. അതിന് വിട്ടുനിൽക്കാൻ കാരണം എന്താ? അതിന് വിട്ടുനിൽക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ്. നമ്മൾക്ക് ഞങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ ഏറ്റെടുക്കാനും അതിൽ കുറെ പ്രമാണികൾ അതിന്റെ നേതൃനിരയിലുണ്ട്. തൊഴിലാളികളായിട്ട് അതിൽ ആരുമില്ല. അപ്പൊ അത്തരം സമീപനമായിട്ട് പോകുമ്പോൾ ഞങ്ങൾ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി പുതുതായിട്ട് രൂപീകരിച്ച ഒരു സംഘടന. ഞങ്ങള് ഇനിയും ആളുകൾ വരാണ്ട്. അത് ചില ഭീഷണികളുടെയും അതുപോലെ തന്നെ പങ്കെടുക്കണ്ട എന്നുള്ള ചില ആളുകളുടെ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാറി നിന്നതാണ്. അവര് ഞങ്ങളെ കൂടെ തിരിച്ചു വരാൻ തയ്യാറാവും. അത് തിരിച്ചു വരാൻ സാഹചര്യം ഒരുക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തും. തൊഴിലാളികളുടെ കൂടെ 100%, 100 അല്ല 101%. അതെ, ഒക്കെ തൊഴിലാളികൾ. അത് ഭാരവാഹികളൊക്കെ തീരുമാനിച്ചു. ഭാരവാഹികളൊക്കെ തൊഴിലാളികളാണ്. ഭാരവാഹികളൊക്കെ തീരുമാനിച്ചു. ഒക്കെ തൊഴിലാളികൾ. ഈ മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾ തന്നെയാണ് ഇതിന്റെ ഭാരവാഹികൾ. ഞങ്ങള് ഇപ്പൊ ഈ കൂടിയതിന്റെ കാരണങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അത് കൂടാനുള്ള കാരണങ്ങളൊക്കെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിവൃത്തികേട് കൊണ്ട് തന്നെയാണ്. കാരണം ഒരു കാര്യത്തിലും ഞങ്ങളെ ഇവിടെ പങ്കെടുപ്പിക്കുന്നതാണ് പ്രശ്നം. ഈ ടൗണിലുള്ള ആളുകളാണ് ഞങ്ങൾ. 10, 35, 38 വർഷങ്ങളായിട്ടുള്ള മണ്ണാർക്കാട് വോട്ട് കൊടുക്കുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. ഭൂരിഭാഗം ഇതിനോട് എല്ലാവിധ കടപ്പാടുള്ള ആളുകളാണ് ഞങ്ങൾ. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രസ്ഥാനത്തിനോട് ഇതുണ്ടായിട്ടല്ല, നിവൃത്തികളോടാണ് ഞങ്ങളിപ്പോൾ ഇത് ചെയ്തത്. കാരണം മലയോട് കല്ലെറിയാൻ ഞങ്ങളില്ല. കാരണം എന്തായാലും പ്രസ്ഥാനം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ വിട്ടുനിർത്തിയ കാരണം എന്താണ്? ഇവിടെ ഈ മണ്ണാർക്കാട് മാത്രമാണ് ഈ പ്രശ്നം. മണ്ണാർക്കാട് ഒരു ഗ്രൂപ്പ് കളി എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ആരും മറ്റവൻ്റെ ആൾ മറിച്ചവൻ്റെ ആളെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരാവശ്യമില്ല. ഞങ്ങൾക്ക് പാർട്ടി, അതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. പക്ഷെ ഞങ്ങളെ മാറ്റി നിർത്തിയാൽ ഞങ്ങൾ ഗതികേട് കൊണ്ട് ചെയ്താണ് ഇത്. അത്രയേ ഉള്ളൂ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ സംഘടിച്ചു. പഴയ ആളുകൾ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഒരു മാറ്റമില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇത്ര മാത്രമേ പറയാം. അല്ല, ഞങ്ങള് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഇതാണല്ലോ ഞങ്ങളുടെ. അതിന്ന് മാറ്റം വരുത്തുകയാണ്. ഞങ്ങൾ വരുത്തിയതല്ല, വരുത്തുകയാണ്. അതിലൂടെ കുറെ ആളുകളാണ് അതിന് ചിക്കാൻ പിടിക്കുന്നത്. അതിന് ആരും കുറ്റപ്പെടുത്തിയൊരു കാര്യമില്ല. ഞങ്ങളുടെ പുറകിൽ ഞങ്ങൾ തന്നെയാണ്, തൊഴിലാളികൾ മാത്രം തന്നെയാണ്. ഈ തൊഴിലിനോട് ബന്ധപ്പെട്ട് അല്ലാത്ത ആളുകളെയൊക്കെ ഇതിൽ പിടിച്ചിട്ടാ എന്തായിരിക്കും ഇതിന്റെ സ്ഥിതി? ഇതിനെപ്പറ്റി എന്താ അറിയാം? അത്രയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ ഒന്നും ഇതിനെ പറ്റി കൂടുതലൊന്നും പറയാനില്ല.